ഏവരുടെയും ജീവിത ധന്യതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാത്ത ജീവിതം തുഴ നഷ്ടപ്പെട്ട വള്ളം പോലെയാണ്, നൂല് പൊട്ടിയ പട്ടം പോലെയാണ്, ഒരിടത്തുമെത്താതെ അലഞ്ഞു നടക്കും. അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധം മനുഷ്യന് അത്യാവശ്യമത്രേ. ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും വേണം. എല്ലുമുറിയെ പണി ചെയ്താലേ പല്ലുമുറിയെ തിന്നാനാകൂ. ഇവിടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ചിന്തയ്ക്കനുസരണം കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മം നല്ലതാകണമെങ്കിൽ ചിന്തകൾ നല്ലതായിരിക്കണം. ചിന്തകൾ നല്ലതാകാൻ അറിവും ബോധവും ജ്ഞാനവും വേണം. അറിവ് ബോധത്തെ ഉണർത്തുകയും ബോധം ജ്ഞാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അറിവും ബോധവും ജ്ഞാനവും നേടാൻ കഴിവുകൾ ഉപയോഗിക്കണം. കഴിവ് കെട്ടവരായി ആരുമില്ല. ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉണർത്തുക മാത്രമേ വേണ്ടൂ. അതിന് അലസതയും മടിയും പിഴുതുമാറ്റുക. ഊർജ്ജസ്വലരായിട്ട് ഏവരും ഇരിക്കണം. അതിനായി ആരോഗ്യമുള്ള ശരീരം വേണം. നല്ല ആരോഗ്യത്തിന് പോഷകാഹാരം ഭക്ഷിക്കണം. ആരോഗ്യമുള്ള ശരീരത്തിലെ പ്രൗഢമായ മനസ്സുണ്ടാകും. മനസ്സ് പ്രൗഢമെങ്കിൽ ചിന്തകളും ചിന്തയ്ക്കനുസരിച്ച് പ്രവൃത്തികളും മികവുറ്റതാകും. നല്ലത് വിതച്ചാൽ നന്മ കൊയ്യാനാകും. തിന്മകളെ സ്വീകരിക്കാതെ നന്മയിൽ ജീവിക്കുക. ധർമാധിഷ്ഠിതമായ ജീവിതം എന്നും ശ്രേഷ്ഠത കൈവരിക്കും. ഏതു ശ്രേഷ്ഠതയിലും ദൈവത്തിൻ്റെ തലോടലുണ്ട്. ദൈവത്തിൻ്റെ തലോടിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് ആനന്ദം ജനിക്കുന്നു. ആനന്ദമുള്ളിടത്ത് ഈശ്വര സാക്ഷാത്കാരം നേടിയെന്ന് പറയാം. ഈശ്വര സാക്ഷാത്കാരമത്രേ ഏവരുടെയും പരമമായ ലക്ഷ്യം. കടമ്പകൾ കടക്കാൻ ഒട്ടനവധി ഉണ്ടെങ്കിലും അത് നേടുക അവാച്യമായ അനുഭൂതിയായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ.